ഇത് മാസ് മോട്ടോഴ്സിനാണ്. ഹീറോ ഹോണ്ട പ്ലഷർ വണ്ടി സ്റ്റാർട്ടിംഗ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. തന്നെയല്ല നമുക്ക് ജനറൽ സർവീസും അതിൻ്റെ ബോഡി കവറുകളൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് വന്നതാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് കംപ്ലൈൻറ്റ് അല്ല, വണ്ടി സ്റ്റാർട്ടാവും, വണ്ടി റൈസ് ആവുള്ളൂ, മൂവ് ആവണില്ല, അതാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ബാക്കിയത് നമുക്ക് ചെയ്യാം. വണ്ടി ഒന്ന് ഓടിച്ചൊക്കെ നോക്കിയിട്ട് വേണം വർക്കിനായിട്ട് കയറ്റാനായിട്ട്. അപ്പോൾ ഞാനത് ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ബെൽറ്റ് പൊട്ടിപ്പോയതാണ് കംപ്ലൈൻറ്റ്. നമുക്കിതിപ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്, കമ്പനി ബെൽറ്റല്ല, ഡ്യൂപ്ലിക്കേറ്റാണ് കിടന്നിരുന്നത്. വലിയ പഴക്കമുണ്ടായിട്ട് പൊട്ടിയതല്ല, അതാ ബെൽറ്റ് ക്വാളിറ്റിയിൽ വന്ന മിസ്റ്റേക്ക് കൊണ്ട് പൊട്ടിപ്പോയതാണ്. എന്തായാലും നമുക്ക് ബെൽറ്റ് അഴിച്ച് മാറണം. കൂട്ടത്തിൽ കൂടെ ഞാൻ അതിൻ്റെ ക്ലച്ചിൻ്റെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്ത് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. നിലവിൽ ഇത് ക്ലച്ചിൻ്റെ ഓരോ പാർട്ടാണ്, നമ്മളത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമുക്ക് ജനറൽ സർവീസ് ചെയ്യുമ്പോഴായാലും ഇത് കൂട്ടത്തിൽ കൂടെ ഇത് നമ്മൾ ചെയ്യേണ്ട വർക്കാണ്. അപ്പോൾ നമ്മളതിൻ്റെ ബെൽറ്റ് മാറ്റി ഓൾറെഡി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഓടിച്ചു നോക്കിയിട്ട് അതിൻ്റെ ബാക്കിയത്തെ സർവീസുമായി ബന്ധപ്പെട്ട് ബാക്കിയത്തെ കംപ്ലയിൻസുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് അഴിച്ചപ്പോൾ ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമുക്ക് രണ്ടാമത് പിന്നെ അഴിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ക്ലച്ചിൻ്റെ സൈഡ് ഫുള്ളായിട്ട് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കയറ്റാണ്. അപ്പോൾ നിലവിലൂടെ വേറെ ഡാമേജുകളായിട്ടൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റൊക്കെ ചെറിയൊരു ടച്ചിങ്, ക്രാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ട് ഈ സൈഡൊക്കെ കയറി ചെറുതായിട്ടൊന്ന് ടച്ച് ആവണൊക്കെ ഉണ്ട്. അതല്ലാതെ കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് വീല്, ബാക്കിലത്തെ ക്ലച്ച് വീലൊക്കെ തുരുമ്പിട്ടുള്ളൂ ഈ സൈഡ് ഉണ്ടാവും, കാരണം അത് നമുക്ക് മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ഗ്രീസിങ് അടക്കം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ നമ്മളതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തു. ബ്രേക്ക് ലൈനറും കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, തന്നെയല്ല അത് മാക്സിമം ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് ലൈനറും ഗിയറിൻ്റെ ഓയിലും കൂടി നമ്മൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഗിയർ ബോക്സിൻ്റെ ഈ സൈഡിൽ, ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ബാക്ക് വീലിൻ്റെ ഈ ഒരു ഷാഫ്റ്റ് വരാം, ഒരു ചെറിയ പ്ലേ തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. ഇപ്പോൾ നമ്മളത് ചെയ്യണമെന്നില്ല, കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് നമ്മൾ അഴിക്കണം. തൽക്കാലം നമുക്കത് ബാക്കിലെ ബ്രേക്ക് ഷൂ മാറ്റി റീസെറ്റ് ചെയ്യാം. അത് കൂടുതൽ കംപ്ലയിൻസൊക്കെ കാണിച്ചിട്ട് മാറ്റിയാലും മതി. അപ്പോൾ ഗിയർ ഓയിലും മാറ്റി ബെൽറ്റിൻ്റെ കംപ്ലയിൻറ്റും കൂടി റെഡി ആക്കിയിട്ട് ക്ലച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ആക്കാം. അതിന് ശേഷം നമ്മൾ ഓടിച്ച് നോക്കിയിട്ട് പിന്നെയാണ് നമ്മൾ ജനറൽ സർവീസ് നമ്മൾ അഴിക്കുക. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിട്ട് വേണം ജനറൽ സർവീസിന് അഴിക്കാനായിട്ട്. അപ്പോൾ അഴിക്കണ കൂട്ടത്തിൽ കൂടെ ബാക്കിത്തെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. കാരണം ഞാൻ ഇപ്പോൾ ബോഡി കവറൊക്കെ ജസ്റ്റ് ഒന്ന് അഴിച്ചു വെക്കുന്നത്, ഫുള്ള് തുരുമ്പാണ്, ചേസൊക്കെ തുരുമ്പാണ് ഈ സൈഡൊക്കെ. ഈ ഭാഗത്ത് തുരുമ്പിട്ട് ഒടിഞ്ഞ പോലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അത്യാവശ്യം വെൽഡിങ് ഉണ്ട്. അതൊക്കെ ഓൾറെഡി ഞാൻ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിന് ശേഷം ബാക്കിത്തെ ജനറൽ സർവീസായിട്ട് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിലുള്ള വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാം. കംപ്ലീറ്റ് ആയതിന് ശേഷം ജനറൽ സർവീസിനായിട്ട് നമ്മൾ അഴിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ.